പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ പ്രിയ സഹോദരീ സഹോദരന്മാരെ, ജ്ഞാനസ്നാനം സ്വീകരിച്ചവരായ നമ്മൾ ദൈവത്തിന് 3 പ്രധാന വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. ഒന്നാമത്തെ വാഗ്ദാനം, പിശാചിനെയും അവൻ്റെ ആഡംബരങ്ങളെയും ഞാൻ ഉപേക്ഷിക്കുന്നു. രണ്ടാമത്തേത്, പാപവും പാപത്തിൻ്റെ മാർഗങ്ങളും ഉപേക്ഷിക്കുന്നു. മൂന്നാമത്തേത്, യേശുവിനെ കർത്താവും രക്ഷകനുമായി, അതായത് യേശുവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭരണകർത്താവായി സർവാധികാരിയായി സ്വീകരിക്കുന്നു. ഈ വാഗ്ദാനങ്ങൾക്കനുസൃതമായിട്ടുള്ള ജീവിതമാണ് ക്രൈസ്തവ ജീവിതം. അതുകൊണ്ട് തന്നെ മറ്റെല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ് നമ്മുടെ ജീവിതം. ഇത് ഒഴുക്കിനെതിരെയുള്ളൊരു നീന്തൽ തന്നെയാണ്. ജ്ഞാനസ്നാന വ്രതമനുസരിച്ചുള്ള ജീവിതം. മിസ്റ്റർ ലൂയിസ് ഡി മോൺഫോർട്ട് സഭയ്ക്ക് നൽകിയ ഒരു ദൈവിക ജ്ഞാനം, ഇത് സാധ്യമാക്കാനുള്ള ഒരു എളുപ്പ വഴിയുണ്ട്. അതാണ് മരിയൻ പ്രതിഷ്ഠ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, മരിയൻ പ്രതിഷ്ഠ നമ്മുടെ ജീവിതം പരിശുദ്ധ മറിയത്തിന് പൂർണ്ണമായി നൽകുക എന്നതാണ്. നമ്മുടെ ജീവിതത്തെ മാതാവിന് ഭരമേൽപ്പിച്ചു കൊടുക്കുന്നതിനാണ് മരിയൻ പ്രതിഷ്ഠ എന്ന് പറയുന്നത്. എന്തിനാണ് മറിയത്തിന് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് എന്നൊരു ചോദ്യം ഇവിടെ ഉണ്ടാകും. അതിനുത്തരം പറയാൻ ശ്രമിക്കാം. ക്രിസ്തീയ ജീവിതത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് ക്രിസ്തുവിന് അനുരൂപപ്പെടുകയാണ്. ക്രിസ്തുവിനെ പോലെ ആയിത്തീരുക, അതാണ് ക്രൈസ്തവ ജീവിത പരിപൂർണത. ദൈവജന്യയായ പരിശുദ്ധ മറിയമാണ് യേശുവിനെ നമ്മിൽ രൂപപ്പെടുത്താൻ ഏറ്റവും കഴിവുള്ള വ്യക്തി. കാരണം ദൈവപുത്രനായ മിശിഹായെ മറിയമാണല്ലോ ജനിപ്പിച്ചതും വളർത്തിയതും പരിശീലിപ്പിച്ചതും കാൽവരിയിലെ ബലിക്ക് വേണ്ടി ഒരുക്കിയതും. അപ്പോൾ മാതാവിന് സാധിക്കുന്നിടത്തോളം മറ്റാർക്കും സാധിക്കുകയില്ല യേശുക്രിസ്തുവിന് നമ്മെ അനുരൂപപ്പെടുത്തുവാൻ, നമ്മളെ യേശുക്രിസ്തുവിന് ചേർന്നവരാക്കുവാൻ മറിയത്തിനെ സാധിക്കുകയുള്ളൂ. പരിശുദ്ധ മറിയത്തിന് അങ്ങനെ ചെയ്യാൻ സാധിക്കണമെങ്കിൽ അതിനുള്ള സ്വാതന്ത്ര്യം വേണം. അപ്പോൾ മരിയൻ പ്രതിഷ്ഠ എന്താണ്? മാതാവിന് നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണ സ്വാതന്ത്ര്യം കൽപ്പിച്ചു നൽകലാണ്. ഈ മരിയൻ പ്രതിഷ്ഠയ്ക്കുള്ള വിശുദ്ധ ഗ്രന്ഥ അടിസ്ഥാനം യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിലെ 25 മുതൽ 27 വരെയുള്ള തിരുവചനമാണ്. യേശുവിൻ്റെ കുരിശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലോപ്പാസിൻ്റെ ഭാര്യ മറിയവും മഗ്ദലേന മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ചിരുന്ന ശിഷ്യനും അടുത്ത് നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തമായി സ്വീകരിച്ചു. തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത്, അനന്തരം എല്ലാം നിറവേറിക്കഴിഞ്ഞു എന്നറിഞ്ഞ് തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടി യേശു പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. വീഞ്ഞ് രുചിച്ചിട്ട് പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. അവൻ തലചായ്ച്ച് ആത്മാവിനെ കൈയാളിച്ചു. പരിശുദ്ധ മറിയത്തിന് യോഹന്നാനെ ഭരമേൽപ്പിച്ചു കൊടുക്കുന്നതാണ്
യേശുവിൻ്റെ രക്ഷാകർമ്മത്തിൻ്റെ പൂർത്തീകരണം. മറിയത്തോട് പറഞ്ഞ വാക്ക് നമുക്കൊന്നുകൂടെ ശ്രദ്ധിക്കാം. യേശു താൻ സ്നേഹിച്ചിരുന്ന ശിഷ്യനും അമ്മയും അടുത്ത് നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. ആ കൊച്ചു വാചകത്തിൽ എന്തെല്ലാം അടങ്ങിയിരിക്കുന്നത്. ഒരു കുഞ്ഞിൻ്റെ മേൽ അതിൻ്റെ അമ്മയ്ക്ക് പൂർണ്ണ അധികാരമുണ്ട്. മറ്റാർക്കും ആ അധികാരമില്ല എന്നുള്ളതാണ് വസ്തുത. ഇതാ നിന്റെ മകൻ എന്ന് മാതാവിനോട് പറയുമ്പോൾ യോഹന്നാനെ പ്രസവിച്ച് വളർത്തിയ അമ്മ തൊട്ടടുത്ത് നിൽപ്പുണ്ട്. അപ്പോൾ ഈ കർത്താവിൻ്റെ വാക്കുകൾ വളരെ ആഴമേറിയതാണെന്ന് അർത്ഥം. ശിഷ്യത്വത്തിൽ ഒരാളെ വളർത്തുന്നതും പക്വതയിൽ എത്തിക്കുന്നതും മറിയമാണ് എന്ന പ്രഖ്യാപനമാണ് ഈ വാചകത്തിലുള്ളത്. യേശു സ്നേഹിച്ച് 3 കൊല്ലം തൻ്റെ വാത്സല്യവും സ്നേഹവും പരിശീലനം കൊടുത്തി വളർത്തിയ യോഹന്നാനെ ഇനി അങ്ങോട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോകേണ്ടത് മറിയം തന്നെയാണ്. യോഹന്നാന് തിരിച്ചു പറയാൻ നിവൃത്തിയില്ല, അധികാരം കൊടുത്തുപോയി. ഇതാ നിന്റെ മകൻ, നിനക്കാണ് ഇനി ഇവൻ്റെ മേൽ പൂർണ്ണ അധികാരം. ഇതിൻ്റെ ആഴത്തുള്ള അർത്ഥം മനസ്സിലാക്കിയത് കൊണ്ട് യോഹന്നാൻ എങ്ങനെയാണ് പ്രതികരിക്കാൻ നോക്കുക. യോഹന്നാൻ അവളെ സ്വന്തമായി സ്വീകരിച്ചു എന്ന് വെച്ചാൽ യോഹന്നാൻ ഒരു മാതാവിൻ്റെ ഒരു സ്നേഹ അടിമയായി മാറുകയാണ്. മാതാവിന് തന്നെ പ്രതിഷ്ഠിക്കുന്ന ഒരു ജീവിതം ആരംഭിക്കാൻ അവിടെ വെച്ചിട്ട്. ഇത് സംഭവിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈശോ ഇങ്ങനെ പറയുന്നത്, എല്ലാം പൂർത്തിയായി. ഇപ്പം ഈശോയുടെ മനുഷ്യാവതാരത്തിൽ ആരംഭിക്കുന്ന പരിത്രാണ കർമ്മത്തിൻ്റെ ക്ലൈമാക്സ് പോയിന്റ് എന്ന് പറയുന്നത് ശിഷ്യനെ മാതാവ് ഏറ്റെടുക്കുമ്പോഴാണ്. മരിയൻ പ്രതിഷ്ഠയുടെ വിശുദ്ധ ഗ്രന്ഥ അടിസ്ഥാനം ഇതാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എങ്ങനെയാണ് മരിയൻ പ്രതിഷ്ഠ നടത്തേണ്ടതെന്നുള്ളതാണ്. അതിന് 3 മാർപ്പാപ്പന്മാരുടെയെങ്കിലും സാക്ഷ്യം നമുക്ക് ഓർക്കാം. ഒന്ന് 10ാം പീസ് മാർപ്പാപ്പ, അദ്ദേഹം പറയുന്നത്, ലൂയിസ് ഡി മോൺഫോർട്ടിൻ്റെ മരിയൻ പ്രതിഷ്ഠ ഞാൻ അങ്ങേയറ്റം ശുപാർശ ചെയ്യുന്നു. 11ാം പീസ് പാപ്പ പറഞ്ഞത്, ഞാൻ ചെറുപ്പം മുതലേ ലൂയിസ് ഡി മോൺഫോർട്ടിൻ്റെ മരിയൻ പ്രതിഷ്ഠ പരിശീലിച്ചിരുന്നു. ജോൺ പോൾ 2ാം മാർപ്പാപ്പ സാക്ഷ്യപ്പെടുത്തുന്നത് എങ്ങനെയാണ്, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായൊരു കാര്യമായിരുന്നു ലൂയിസ് ഡി മോൺഫോർട്ടിൻ്റെ ക്രമപ്രകാരമുള്ള മരിയൻ പ്രതിഷ്ഠ. നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ 9ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ചു പോകുന്നത്, 12ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ ഏക സഹോദരൻ മരിച്ചു, പിന്നെ 19ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ അപ്പനും മരിച്ചു. അങ്ങനെ പൂർണ്ണമായും ഒരു അനാഥനായി തീർന്ന കരോൾ വൈറ്റീവ പിന്നീട് പറയുന്നുണ്ട്, 9ാമത്തെ വയസ്സിൽ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ അപ്പൻ ഈ കുഞ്ഞിനെ കൊണ്ടുപോയി മാതാവിന് അടിമ വെച്ചു. മാതാവിന് സ്വന്തം അമ്മയായി സ്വീകരിക്കാനായിട്ട് പ്രചോദിപ്പിച്ചു. അന്ന് മുതൽ ഈ കൊച്ചു കരോൾ വൈറ്റീവ തൻ്റെ ജീവിതം മാതാവിന് പൂർണ്ണമായി എഴുതി കൊടുത്തു. പൂർണ്ണ അധികാരം മാതാവിന് തൻ്റെ മേൽ കൊടുത്തു. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാനവും തോത്തൂസ് തൂസ് എന്ന് പറയാൻ തക്കവിധം പരിശുദ്ധ മറിയ അദ്ദേഹത്തെ അത്യത്ഭുതകരമായി യുവാവിനെ നയിക്കുന്നത് നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാവരും ക്രൈസ്തവ ജീവിതം നയിക്കാൻ ആത്മാർത്ഥമായി യത്നിക്കുന്നവരാണെങ്കിലും അനുഭവം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ എങ്ങും എത്തുന്നില്ല വേണ്ടവണ്ണം എന്നുള്ളതാണ്. നമ്മൾ നിരന്തരം സ്ട്രഗിൾ ചെയ്യാണ്. ഈ മാമോദീസായിലെ വ്രതവാഗ്ദാന പ്രകാരം ജീവിച്ച് മരിക്കുന്നില്ലെങ്കിൽ നമുക്ക് നിത്യമായ സൗഭാഗ്യം ഉണ്ടാകുകയില്ല എന്തായാലും. പക്ഷെ അത് പാലിക്കാൻ നമ്മൾ അങ്ങേയറ്റം വിഷമിക്കുകയാണ്. എല്ലാ വിശുദ്ധരുടെയും ജീവിതത്തിൽ ഈ സ്ട്രഗിൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അവരെല്ലാവരും തേടിയ എളുപ്പമാർഗം എന്താ? മരിയഭക്തിയായിരുന്നു. അപ്പോൾ മാതാവിൻ്റെ കൂട്ടുപിടിച്ച് മാതാവിന് ജീവിതം സമർപ്പിച്ചുകൊണ്ട്
മുന്നോട്ട് പോകുമ്പോൾ നമ്മളുടെ ഈ പരിപൂർണതയ്ക്ക് വേണ്ടിയുള്ള പരിശ്രമത്തിൽ നമുക്ക് വളരെ വിജയമുണ്ടാകുമെന്ന് മരിയൻ പ്രതിഷ്ഠ യഥാവിധി നടത്തിയവർക്കെല്ലാം സാക്ഷ്യപ്പെടുത്താൻ സാധിക്കുന്നുണ്ട്. ഈ മരിയൻ പ്രതിഷ്ഠയുടെ ഘടന കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ലൂയിസ് ഡി മോൺഫോർട്ട് പ്രത്യേകിച്ച് പറയുന്നത് ഇതൊരു ഭക്താനുഷ്ഠാനമല്ല, മറിച്ച് ഇതൊരു ജീവിത ശൈലിയാണ്, ഒരു ജീവിത രീതിയാണ്. അദ്ദേഹം പറയും, മാതാവിന് നമ്മളെ പ്രതിഷ്ഠിക്കുന്നതിന് മുമ്പ് നമ്മളെ വേണ്ടവണ്ണം ഒരുക്കിയെടുക്കേണ്ടതുണ്ട്. നമ്മൾ എന്തെങ്കിലും ദേവാലയത്തിലോ ദൈവത്തിനോ സമർപ്പിക്കുമ്പോൾ ഏറ്റവും നല്ലതല്ലേ സമർപ്പിക്കുന്നത്? അപ്പം നമ്മളെ ഏറ്റവും നല്ലവരാക്കിയതിന് ശേഷം വേണം ഈ മരിയൻ പ്രതിഷ്ഠ നടത്താൻ, അല്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുകയില്ല, ദൈവം സ്വീകരിക്കാൻ പോകുന്നില്ല. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജ്ഞാനത്തിൽ അദ്ദേഹം പറഞ്ഞു തരുന്നത് ഈ 33 ദിവസം വളരെ പ്രാധാന്യത്തോടെ ഒരു ആത്മീയ ഒരുക്കം നടത്തണം, അതിന് ശേഷമേ പ്രതിഷ്ഠ നടത്താൻ പാടുള്ളൂ. ഈ ആത്മീയ ഒരുക്കം എന്ന് പറയുന്നത് ജ്ഞാനസ്നാന വ്രതങ്ങളുടെ ബന്ധമുള്ളതാണ്. ജ്ഞാനസ്നാന വ്രതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താ? പാപത്തെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് അദ്ദേഹം പറയും, ആദ്യത്തെ 12 ദിവസം പാപത്തിൽ നിന്ന് പൂർണ്ണ സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കാൻ തക്ക വിധത്തിലുള്ള ആത്മീയ ഒരുക്കം നടത്തണം. ആ 12 ദിവസത്തെ ശരിയായ ഒരുക്കം കഴിയുമ്പോൾ നമുക്ക് പാപത്തിന് മേൽ ഒരു വിജയം, അധികാരം ലഭിക്കുന്നതായി മനസ്സിലാകും. രണ്ടാമത്തേതായിട്ട് അദ്ദേഹം പറഞ്ഞു തരുന്നത് പാപമല്ലെങ്കിലും പല ദൗർബല്യങ്ങളും നമ്മളെ ഈ പുണ്യപൂർണ്ണതയിൽ അകറ്റി നിർത്തുന്നുണ്ട്. നമ്മളിൽ തന്നെയുള്ള നൈസർഗികമായ ബലഹീനതകളാണ്. അവയെ ഓരോന്ന് തിരിച്ചറിയുകയും അവയുടെ മേൽ വിജയം പ്രാപിക്കുകയും ചെയ്യണം. രണ്ടാമത്തെ ഘട്ടത്തിൽ 7 ദിവസം അതിനുവേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. മൂന്നാമത്തെ 7 ദിവസം പരിശുദ്ധ ദൈവമാതാവിനെ അടുത്ത് അറിയുക, അങ്ങനെ അറിയുക വഴി മാതാവിൽ ആശ്രയം വയ്ക്കാനുള്ള അതിയായൊരാഗ്രഹം നമ്മൾ ജനിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ 7 ദിവസങ്ങൾ പരിശുദ്ധ മാതാവിനെ പറ്റിയുള്ള യഥാർത്ഥമായ ജ്ഞാനത്തിലേക്ക് ദൈവം നമ്മെ നയിക്കും. ഇനി നാലാമത്തെ ഘട്ടം 7 ദിവസം, അത് ഈശോമിശിഹായുമായി ഗാഢ സ്നേഹബന്ധത്തിലാകുവാൻ തക്ക വിധത്തിൽ ഈശോയെ ആഴത്തിൽ അറിയുക എന്നതാണ്. ഇത്രയും ആകുമ്പോഴേക്കും നമ്മുടെ ജീവിതം മറിയം വഴി യേശുവിന് പൂർണ്ണമായി കൊടുക്കുന്നതിൻ്റെ യുക്തി, അതിൻ്റെ ആവശ്യകത നമുക്ക് തന്നെ നന്നായിട്ട് ബോധ്യം വരും. അപ്പോൾ പടിപടിയായി ഈ 33 ദിവസത്തെ ഇപ്രകാരം ഒരുക്കം വഴി നമ്മൾ മാതാവിനും മാതാവ് വഴി യേശുവിനും പൂർണ്ണമായി സമർപ്പിതരായി മാറും. അതിൻ്റെ അവസാനത്തിലാണ് 34-ാം ദിവസമാണ് മരിയൻ പ്രതിഷ്ഠ. ഈ പ്രതിഷ്ഠ കഴിയുന്നതോടെ നമ്മുടെ ജീവിതത്തിൽ എടുത്ത് കാണിക്കുന്ന പ്രത്യേക വ്യത്യാസം കാണുവാനായിട്ട് സാധിക്കും. എല്ലാ മേഖലകളിലും, ആധ്യാത്മിക മേഖലകൾ മാത്രമല്ല, കുടുംബപരമായ മേഖലകളിലും ഭൗതിക മേഖലകളിലെല്ലാം ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. ലൂയിസ് ഡി മോൺഫോർട്ട് പഠിപ്പിച്ചിരിക്കുന്ന ഈ 12 ദിവസത്തെ ആത്മവിശുദ്ധീകരണം, അടുത്ത 7 ദിവസത്തെ ആന്തരിക സൗഖ്യം, പിന്നീടുള്ള 7 ദിവസത്തെ മറിയത്തോടുള്ള സ്നേഹത്തിൽ വളർത്തുന്ന ഒരു ആത്മീയ ശുശ്രൂഷ, പിന്നത്തെ 7 ദിവസം ഈശോയെ ആഴത്തിൽ അറിഞ്ഞ് സ്നേഹിച്ച് അവിടത്തേക്ക് നമ്മളതിനെ സമർപ്പിക്കാനുള്ള ഒരുക്കം, ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു പുസ്തകം തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ പേര് കൃപയ്ക്ക് മേൽ കൃപ എന്നാണ്. ആ പുസ്തകം ഫോളോ ചെയ്യുന്ന മുഴുവൻ ലൂയിസ് ഡി മോൺഫോർട്ടിൻ്റെ തത്വം അനുസരിച്ചുള്ള കാര്യങ്ങളാണ്. അതിൽ പ്രധാനമായിട്ടും ഒരു വിചിന്തനമാണ്, ഓരോ ദിവസത്തേക്കൊരു വിചിന്തനം, ഒരു ധ്യാന പ്രഭാഷണം എന്നുകൊണ്ട് പറയാം, ഒരു വിചിന്തനം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമ്മുടെ ആത്മാവിനെ രൂപപ്പെടുത്തുവാൻ ഈ വിചിന്തനം വളരെ വളരെ അത്യാവശ്യമാണ്. ആ വിചിന്തനം ഇല്ലാതെ കുറച്ച് പ്രാർത്ഥന ഇല്ലതുകൊണ്ട് നമ്മൾ കാര്യമായ മാറ്റം വരാൻ പോകുന്നില്ല. അതുകൊണ്ട് ആ വിചിന്തനം വളരെ പ്രാധാന്യമുള്ളതാണ്. അത് നമ്മളുടെ ചിന്തയ്ക്കും ധ്യാനത്തിനും വിഷയമാക്കേണ്ടതായിട്ടുണ്ട്. തുടർന്ന് ഏതാനും പ്രാർത്ഥനകളുണ്ട്. അത് പരിശുദ്ധ മറിയത്തോടുള്ള സവിശേഷമായ പ്രാർത്ഥനകളാണ്.
അപ്പോൾ ഈ വിചിന്തനവും മാതാവിനുള്ള പ്രാർത്ഥനയും ഒരുമിച്ചാണ് പോകുന്നത്. അത് ചുരുക്കി പറഞ്ഞാൽ മാതാവിൻ്റെ പ്രത്യേക സഹായത്തോടെയാണ് ഈ ആത്മവിശുദ്ധീകരണവും ആന്തരിക സൗഖ്യവും ഈശോയ്ക്ക് സമർപ്പിക്കാനും മറിയത്തെ സ്നേഹിക്കാനുള്ള പരിശ്രമമൊക്കെ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അത് വളരെയധികം ഫലദായകമാണ്. അപ്പോൾ ഈ മരിയൻ പ്രതിഷ്ഠ നമ്മൾ നടത്താനായിട്ട് തുടങ്ങുമ്പോൾ നമ്മൾ ഒരുമിച്ച് ചേർന്ന് നടത്തുന്നതിന് പ്രത്യേകതയുണ്ട്. കർത്താവ് പറയുന്നു, 2-3 പേർ എൻ്റെ നാമത്തിൽ ചോദിക്കുന്ന ഒരുമിച്ച് കൊണ്ട് ഞാൻ അവരുടെ മധ്യം ഉണ്ടാകും. ഭൂമിയിൽ 2 പേർ ചോദിച്ചു ഏത് കാര്യം എൻ്റെ പിതാവ് തരും. അപ്പം നമ്മൾ ദൈവജനം മുഴുവൻ ഒന്നിച്ചു ചേർന്ന് ഈ മരിയൻ പ്രതിഷ്ഠ നടത്തുമ്പോൾ സ്വർഗം അതിൽ വളരെ സന്തുഷ്ടമാകും. നമ്മുടെ എല്ലാ ജീവിതം ഏറെ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളെല്ലാവരെയും ഈ മരിയൻ പ്രതിഷ്ഠ നടത്തുവാനായിട്ട് ഞാൻ ക്ഷണിക്കുകയാണ്. ഇതൊരു ഇടയ്ക്ക് വെച്ച് നിർത്തിക്കളയാവുന്ന ഒന്നല്ല. സ്ഥിരതയോടെ നിൽക്കണം. തുടർച്ചയായി നമ്മൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ ഇടയ്ക്കിട്ട് നിർത്താതെ ഇത് പൂർത്തിയാക്കാനുള്ള ഒരു പ്രോത്സാഹനവും കൂടെയാണ് നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നത്. നിങ്ങളെല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.